പാർട്ട്ണർമാർ എങ്ങനെയാണെന്നുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ഇതൊക്കെ അറിയില്ലെങ്കിൽ ഞാൻ ഇതിനായിട്ട് വേറെ സപ്പോർട്ടിങ് ഞാൻ ചെയ്തു തരും കേട്ടോ. ലൈവായിട്ട് തന്നെ ഇതിങ്ങനെ ചെയ്യാന്നുള്ളത് സെറ്റിങ്സും ചെയ്തു തരും. ഓക്കെ, ഹലോ എന്താ കണക്ട് ഡിസ്കണക്ട് ആയി പോയാ? വൈഫൈ ഡിസ്കണക്ട് ആയി പോയതാ. ഓക്കെ, എന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഒരു മിനിറ്റ് സാറേ. ഓക്കെ ഓക്കെ, കുറെ നേരമായോ ഡിസ്കണക്ട് ആയത്? ഓക്കെ, ഞാനിപ്പോ ഈ പേജ് എടുക്കണൊക്കെ കണ്ടിരുന്നു നിങ്ങള് 360 ഡിജിറ്റൽ? ഇവിടെ ഞാൻ എന്റെ ഈ പേജ് ഒക്കെ എടുക്കണ കണ്ടിരുന്നു. ക്രിയേറ്റിംഗ് പോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ തന്നെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. എന്തെങ്കിലും പോസ്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം തന്നെ ലിങ്ക് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. ആഡ് ഫോട്ടോ കൊടുക്കുക, എന്നിട്ട് നമ്മൾ എന്താ കമന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അറ്റ് എ ടൈം തന്നെ രണ്ടിലേക്കും കണക്റ്റിംഗ് ആയിട്ട് പോകും. ഓക്കെ, പിന്നെ ഇതേപോലെ ഇതിന്റെ സെറ്റിംഗ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഓരോ ഓപ്ഷൻസുകൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ 2-3 അക്കൗണ്ടൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ യൂസ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് തരും കേട്ടോ. മെയിനായിട്ട് നമുക്കിപ്പോൾ ആഡ്സ് മാനേജർ ആണ്. ഇതേപോലെ ഇതിൽ പാർട്ട്ണർമാരുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സിസ്റ്റം യൂസേഴ്സ് ആരെങ്കിലും അങ്ങനെ പ്രൊവൈഡിങ് അങ്ങനെ ചെയ്യാൻ പറ്റും. പേജസ് നമ്മളിപ്പോൾ 360 പേജ് എത്ര വേണമെങ്കിൽ പേജ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്തിടാം. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് നമുക്ക് എത്ര വേണമെങ്കിൽ കണക്ട് ചെയ്തിടാം. അതുപോലെ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഓൾറെഡി കണക്ട് ചെയ്തതൊക്കെ ഞാൻ കാണിച്ചു തരികയാണ്. ആപ്പ് ഉണ്ടെങ്കിൽ ആപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് മെയിനായിട്ട് ആഡ്സ് മാനേജറിലാണ് ഓരോ കാര്യങ്ങൾ ആഡ് റൺ ചെയ്യിക്കലും റിസൾട്ട് കിട്ടലും ഇതൊക്കെ നമുക്ക് ഏത് വേണമെങ്കിലും ഇത് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ മറ്റേ ആഡ്സ് മാനേജറാണ് ഇനി എടുക്കാൻ പോകുന്നത്. ആഡ്സ് മാനേജറിൽ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഞാൻ ഇവിടെ ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞിട്ട് ഇത് അറിയുന്നല്ലേ ലോഗിൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ആദ്യം ഇത് ഹാങ് ആവണ്ടല്ലോ വെച്ചിട്ടാണ് ഞാനിത് എന്ത് ചെയ്തിട്ട് ലോഗിൻ ആദ്യം എടുത്തിട്ടത്. adsmanager.facebook.com നമ്മൾ ഫേസ്ബുക്കിന്റെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൽ വന്ന് കിടക്കും. അപ്പൊ പ്രശ്നമില്ല. പിന്നെ രണ്ടാമത് നമ്മൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല.